നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഭഗവാനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ, മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ഭഗവാൻ നിങ്ങൾക്കായി നൽകുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ചും ഈ വിഷു ദിനങ്ങളിൽ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് ഭഗവാന്റെ ഈ ചിത്രത്തിൽ നോക്കിക്കൊണ്ട് ഭഗവാനെ ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സിൽ നടക്കേണ്ടതും നടന്ന് കിട്ടേണ്ടതുമായ ഒരു ആഗ്രഹം വിചാരിക്കുക. കൂടാതെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കണം. കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കണം, നേട്ടങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് ശേഷം മനസ്സിലാക്കാം. ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ പോലും സാധിക്കൂ. കാരണം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഏവരും ഭഗവാനെ ഒരു നിമിഷം വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഒരു നിമിഷം ഭഗവാനെ നോക്കി മുൻപ് പരാമർശിച്ച രീതിയിൽ തന്നെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുക. ഏവരും മനസ്സിൽ ഒരു ആഗ്രഹം വിചാരിച്ചു, അല്ലെങ്കിൽ നടക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ചു എന്നാണ് കരുതുന്നത്. ഇനി ഭഗവാനെ ഒരു നിമിഷം വന്ദിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ ഒരു സമയമാണ്. കാരണം പല കാര്യങ്ങളും അത്തരത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായി പോകുന്നത്. പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ പ്രകടമായിരിക്കുന്ന സാഹചര്യം ആയതിനാൽ തന്നെ ധനപരമായ കാര്യങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ധനം കൈകളിലേക്ക് വന്നു ചേരുകയും എന്നാൽ നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യങ്ങൾക്കുള്ള പരിഹാരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു എന്ന് വരാം. ഭഗവാനുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചിരിക്കുന്നതായ ചില കാര്യങ്ങൾ, ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വർദ്ധിക്കാനായി പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഭവിക്കൂ. അതിൽ ചില ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. എന്നാൽ ചില വ്യക്തികൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ തടയപ്പെട്ടിരിക്കുന്നതായ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനുള്ള ചില വഴികൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് മുൻപിൽ തെളിയിക്കുന്നതാണ്. ആരെല്ലാമാണ് ഇതിന് തടസ്സങ്ങൾ നിൽക്കുന്നത് എന്ന് ഭഗവാൻ സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ചില സന്ദർഭങ്ങളോ ജീവിതത്തിൽ തെളിയാവുന്നതാണ്. അതിനാൽ അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി ചില വ്യക്തികൾ കടന്നു വരികയും അവർ മൂലം നിങ്ങളെ സഹായിക്കുകയും ആ വ്യക്തികളുടെ സഹായത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തിച്ചേരാം. നിരന്തരമായ പരിശ്രമങ്ങൾ പിന്നീട് ചെയ്യാം എന്ന രീതിയിലുള്ള അലസമായ ഭാവം, ആ മനോഭാവം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ചില വ്യക്തികളുടെ
പിന്തുണയാലോ അല്ലെങ്കിൽ സ്വയമേവ ചിന്തിച്ച് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. അതിനാൽ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ പ്രതികൂലമായി വീണ്ടും സംഭവിക്കാം. അത് ചില വ്യക്തികളുടെ എതിർപ്പാകാം, അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതാകാം. ഇത്തരം കാര്യങ്ങളാൽ പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ മനസ്സ് മാറിപ്പോകുന്നതായ സാഹചര്യം, മടുക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ അത് പരീക്ഷണം മാത്രമായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ആ കാര്യങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത്. എന്നാൽ അത് നിങ്ങൾ വിചാരിക്കേണ്ടതായ കാര്യമാണ്. ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം പ്രതിസന്ധികളെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രമേണ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാം. അതിനാൽ ഇപ്പോൾ തിരിച്ചടികൾ നേരിടുന്നു എങ്കിൽ പോലും അത് തളരേണ്ടതായ കാര്യമല്ല, തളരേണ്ടതായ സമയമല്ല എന്ന ബോധ്യം നിങ്ങൾക്ക് വരേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടായി എന്ന് വരാം. ചില അവഗണനകൾ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ കടന്നു വന്നു എന്ന് വരാം. എന്നാൽ അത്തരം ചില കാര്യങ്ങൾ, അത്തരം ചില വ്യക്തികളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അത്തരം ചില വ്യക്തികൾ മൂലമുള്ള അത്തരം പ്രശ്നങ്ങളിൽ നിന്നും തരണം ചെയ്യാനുള്ള ശക്തി ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ഉറങ്ങുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ മനസ്സിൽ പലവിധ വിഷമങ്ങളാൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കാത്തതായ സാഹചര്യം, മനസ്സ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതായ സാഹചര്യമുണ്ട്. ശരിയായ രീതിയിൽ ചില അവസരങ്ങളിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കുന്നില്ല. ഇത്തരത്തിൽ പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായ സാഹചര്യം. ഇതിൽ മാറ്റങ്ങൾ വരില്ല എന്ന ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ ഭഗവാൻ അത്ഭുതങ്ങൾ തന്നെ ഏവർക്കും നൽകുന്നതായ ദേവനാണ്. അതായത് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നാലും അത് താൽക്കാലികം മാത്രമാണ്. എത്രമേൽ ഭഗവാൻ പരീക്ഷിച്ചോ അതിനിരട്ടിയായി ഭഗവാൻ നിങ്ങൾക്ക് നൽകും. അതിനാൽ ഈ പരീക്ഷണകാലം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും. ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അത് നിങ്ങൾക്ക് കൂടുതൽ ശക്തിയും ഊർജവും നൽകും. വന്നു ചേരുന്നതായ ഏതൊരു പ്രവൃത്തിയിലും വിജയങ്ങൾ നേടുവാൻ ഭഗവാൻ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും. പരീക്ഷണകാലത്തിന്റെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ശക്തിയും ധനപരമായ നേട്ടങ്ങളോ സൗഭാഗ്യങ്ങളോ തടയപ്പെട്ടതായ കാര്യങ്ങളിൽ വിജയങ്ങളോ നേടിയെടുക്കുവാൻ സാധിക്കുന്നതിന് സഹായകരമായി തീരും. വളരെയധികം വിഷമങ്ങളുണ്ട്. കാരണം അർഹരാണ് പല കാര്യങ്ങളിലും നിങ്ങൾ. എന്നാൽ നിങ്ങൾക്കത് ലഭിക്കാത്തതായ സാഹചര്യം, വിഷമങ്ങൾ ധാരാളമുണ്ട്. കാരണം നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ വ്യക്തികൾ മുകളിലേക്ക് കയറിപ്പോകുന്നതായ സാഹചര്യം. അതിൽ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ തിരിച്ചറിയും. നിങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. നിങ്ങളെ അവഗണിച്ച വ്യക്തികൾ പോലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ അംഗീകരിച്ചു എന്ന് വരും. നിങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിക്കും. ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കും. ഏത് കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെടും എന്ന് വിചാരിക്കുന്നുവോ ആ കാര്യങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിജയങ്ങൾ വിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഭഗവാൻ നൽകുന്നതായ ആ സൂചനകൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളുടെ കഠിനാധ്വാനത്താലും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. മനസ്സിലുള്ള ആ വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ദുഃഖങ്ങളാണ് എങ്കിലും പരിഹാരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്നതാണ് വാസ്തവം.
അത് നിങ്ങൾക്ക് മുൻപിൽ യഥാവിധി തെളിയുന്നില്ല എന്നതാണ് വാസ്തവം. അതിലാണ് മാറ്റങ്ങൾ വന്നു ചേരുക. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ അത് ജീവിതത്തിൽ പ്രകടമാവുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ചില ആഗ്രഹങ്ങൾ ഉടനെ തന്നെ നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുകയോ ശുഭവാർത്തകൾ തേടിയെത്തിയോ എന്ന് വരാം. അത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കുക. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ സാഹചര്യമാണ്. ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം.